രക്ഷപ്പെടി രക്ഷപ്പെടി. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ശക്തന്മാരാരാണെന്നുള്ളത് ഇപ്പൊ അറിയാം. അല്ല, ശക്തൻ ആരാണെന്നുള്ളത് ഇപ്പൊ അറിയാം. അടിപൊളി. ഒരു റഫറിയുടെ കൂടെ കുറവുണ്ടായിരുന്നു. നൈസ് ടൈം. ആരാണ് ശക്തി? ചാകാനാണെങ്കിൽ വിഷം ഓടിച്ചാ പോരെ, വെറുതെ മനുഷ്യന് മനക്കെടുത്താൻ. പട്ടി വരും. മരിക്കാനാണെങ്കിൽ ശക്തനായിട്ട് മരിക്കണം. ശക്തിമാനെ, നീ അടിച്ച ബ്രാൻഡ് വരാം, ഞാനത് വാങ്ങിത്തരാം. ഇത് കാട്ടിലെ ശക്തനും നാട്ടിലെ ശക്തനുമായിട്ടുള്ള ഇടപാടാ. ഞാൻ കണ്ട, ദാഹം തീർന്നു. മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. അവന്റെ നോട്ടം വേണ്ട. അവനല്ലേ കാണുന്നത്? അവളല്ലേ ഏവള്? അവള് വഞ്ചന. വഞ്ചന? പണിയായി. പോലെ സാറേ, സാറിനെ വിളിക്കാം. പേടിക്കണ്ട മാഡം, ഞാൻ എത്തിയല്ല മാഡം. ഓരോ നിറച്ചില്ലേ? ബാങ്ക് ലൈസൻസ് സ്റ്റോക്ക് ഇല്ല. ഇല്ല സാറേ, സാറും ഓർഡർ ചെയ്തില്ല. ഇപ്പൊ സാർ ഓർഡർ ചെയ്തില്ലേ? സാറല്ലേ ഓർഡർ ചെയ്യേണ്ടത്? ഇതിപ്പോ എന്റെ തലയിലായല്ലോ. ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സാറേ. സാധനം കിട്ടി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ. അതൊന്നും കുഴപ്പമില്ല സാർ, ഇത് മനുഷ്യനല്ലല്ലോ, മൃഗത്തിനല്ലേ. താഴ്ന്നു പോടോ, എന്നിട്ട് വേണം ഞാനകത്താകാൻ. താൻ പിടിച്ചേ. ഇനി ഇവിടെ ഇന്ന പ്രശ്നമാണ്. ഞാൻ വന്നിട്ടുമില്ല, അമ്മമ്മന് കണ്ടിട്ടുമില്ല. ഞാനിന്ന് വന്നിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല, തെളിവില്ല, ലീവാണ്. ഞാൻ പറയുന്ന കേക്ക്. അടുത്ത തക്കാളി ഇപ്പൊ നീ ചൊല്ലി. ഈ ജോലി തീർത്തിട്ട് പോയാൽ മതി. താൻ പോകുന്ന എനിക്കൊന്ന് കാണണം. എനിക്ക് ശമ്പളം തരുന്നതേ ഈ ജോലി തീർക്കാനാ. ഞാൻ പറയുന്നത് താൻ അനുഭവിക്കും.
എന്ത് പറ്റി മേഡം? ഒന്നുമില്ല. ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാലോ? അല്ലാ, അവരാരാടോ ഇതിനകത്തോട്ട് കയറ്റി വിട്ട്? അവർ ഇതിനകത്ത് കയറാൻ നോക്കട്ടെ. നിങ്ങൾ പോലീസുകാരല്ലേ? കയറ്റി വിട്ടില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും മാഡം. അവൻ കള്ളു കുടിച്ചിട്ട് ചാടിയതാണല്ലോ. സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ മാഡം. തനിക്ക് അതൊക്കെ പറയാം. മിനിസ്റ്ററോട് ഞാൻ ഉത്തരം പറയണ്ടേ? ഫയർഫോഴ്സുകാർ വിളിക്കുന്നു. അത് മറന്നു. ആ അതെ, മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് താൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, പാടോ. സാറേ, വണ്ടി അകത്തേക്ക് വരാതെ ഒരു രക്ഷയില്ല. ഓശത്തൂല്ല. സാറേ, സൂപ്രണ്ട്. ആ എന്താ എന്താ നിങ്ങളുടെ പ്ലാൻ? സിംഹം പുറത്തു വന്നുണ്ട്. ഇനിയും ഏണി വെച്ചിറങ്ങുന്നത് പ്രാക്ടിക്കൽ അല്ല, മാത്രമല്ല അത് ഹൈ റിസ്ക് ആണ്. അയ്യോ, അതുകൊണ്ട് മയക്കൂടി വെക്കുന്നത് വരെ സിംഹത്തെ അകറ്റി നിർത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താ പ്ലാൻ? ഓപ്പറേഷൻ വാട്ടർഫാൾ. പ്ലാൻ സക്സസ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓസ് അവിടേക്ക് എത്തണമെങ്കിൽ ഈ കമാനം പൊളിക്കണം. അയ്യോ, കമ്മാനം അതിലൊന്നും പൊളിക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര സംഭവമാ. എന്ത് സംഭവം? മനുഷ്യർ കൊണ്ട് മതിലുകൾ പൊളിയട്ടെ മാഡം. അതല്ലടോ, ഇവിടെ കള്ളന്റെ പ്രതിമയുള്ളതാ. കള്ളന്റെ പ്രതിമ? ആ ശ്ശേ, ആ കള്ളനല്ല, ജനറൽ കള്ളൻ. ജനറലോ? അതല്ലടോ, സൂ ആൻഡ് മ്യൂസിയം കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ദാ നോക്ക്, മേജർ ജനറൽ വില്യം കള്ളൻ. ഈ കള്ളനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, ഓ എന്തെങ്കിലും ചെയ്വാണോ? ഇനി നീ അനങ്ങുന്നത് കാണണമല്ലോ. കടിച്ചടാ പട്ടി. കണ്ണും കുറിച്ചോണ്ട് വളച്ചിൽ കാണിക്കാൻ അങ്ങോട്ട് ചെന്നാൽ അതിനെ കടിച്ചു കീറും. എടാ, അവള് നിന്നെ തേച്ചിട്ട് പോയെന്ന് നിന്നോട് ആരാ പറഞ്ഞു? പിന്നെന്താ അവള് വരാത്ത? എടാ, വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ ഫോൺ എടുത്തൂടെ? ഫോൺ എടുക്കാൻ പറ്റില്ലെന്ന് വെച്ച് സാറേ, ഞാനല്ല, ഇവനാണ് കണ്ടുപിടിച്ചേക്കുന്നത്. മൈക്രോഫോൺ വെച്ച് വിളിക്കാൻ നിൽക്കുന്നു. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ? ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗോളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ? ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗോളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ? ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. സമാധാനായല്ലോ? അളിയനുണ്ടായിരുന്നൊരു ബലമായിരുന്നു.